പിന്നാലെയുണ്ടായ സംഘർഷത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. ED റെയ്ഡിന്റെ ഭാഗമായി 300ഓളം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. ED സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ല. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന്റെ ആവശ്യമില്ല. പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട ശേഷമായിരുന്നു DGPയുടെ പ്രതികരണം. സംസാരിച്ചിരുന്നു. കർശന നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. കേന്ദ്ര ബലമായിട്ട് നമ്മൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട്. അല്ല തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ ശ്രമിച്ചു നോക്കാം. അതിലേക്ക് ആവശ്യമുള്ള നടപടി സ്വീകരിക്കും. അല്ല പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇന്നലെ തലസ്ഥാനത്തുണ്ടായ സംഘർഷത്തിൽ ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് എന്താണ് DGP റവാഡ ചന്ദ്രശേഖറിന്റെ പ്രതികരണം? ദിവ്യ, വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് ഇന്ന് DGP പോലീസ് മേധാവിയും ഒപ്പം തന്നെ ഇന്റലിജൻസ് മേധാവിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അരമണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയാണ് ഇരുവരും ആഭ്യന്തരമന്ത്രിയുമായി നടത്തിയത്. അതിനുശേഷമാണ് റവാഡ ചന്ദ്രശേഖറിന്റെ പ്രതികരണം വന്നത്. എന്തായാലും അദ്ദേഹം പൂർണ്ണമായും സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന കാര്യം സമ്മതിക്കുന്നില്ല. ആവശ്യത്തിനുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിച്ചിരുന്നു. 300ഓളം പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ അവിടെ ഉണ്ടായിരുന്നു. വീടിന്റെ പരിസരത്ത് മാത്രമല്ല, പോലീസിന്റെ ചില നടപടികളുണ്ട്. അതിന്റെ ഭാഗമായി നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിലൊരു റെയ്ഡ് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട CPM പ്രവർത്തകരുടെ ഭാഗത്ത് പ്രതിഷേധമുണ്ടാകും എന്ന് കണക്കിലെടുത്ത് 300ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ പല വഴിക്കായി നിയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നിലവിൽ റവാഡ ചന്ദ്രശേഖർ പറയുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന കാര്യം പരിശോധിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നിലവിൽ ഉള്ള അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഇതേ കാര്യങ്ങൾ തന്നെയാണോ DGP അറിയിച്ചത്? അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്റലിജൻസ് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അത് രാവിലെ കണ്ണൂരിലും ഒപ്പം തന്നെ കോഴിക്കോടുമൊക്കെ പ്രവർത്തകർ തമ്പടിച്ച ഘട്ടത്തിൽ തന്നെ അത്തരത്തിലൊരു ഇന്റലിജൻസ് നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് പിണറായി വിജയൻ ഉള്ളപ്പോൾ തന്നെയാണ് വസതിയിൽ റെയ്ഡ് നടന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കൂടുതൽ പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. ഒപ്പം ഏകദേശം ഒരു 12:30 അവിടെ വലിയ രീതിയിൽ CPM പ്രവർത്തകർ പ്രകോപനത്തിലേക്ക് മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിലും പോലീസിനെ കൂടുതലായി അവിടെ എത്തിച്ചില്ല എന്നാണ് റവാഡ ചന്ദ്രശേഖർ പറയുന്നത്. 300ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു എന്നാണ്. പക്ഷേ നിലവിൽ പിണറായി വിജയന്റെ വീട്ടിന്റെ മുന്നിലാണ് സംഘർഷങ്ങൾ ഒക്കെ അരങ്ങേറിയത്. അവിടെയാണ് പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തത്. അവരെ CPM നേതാക്കൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയെങ്കിലും അവസാന ഘട്ടമായപ്പോൾ ആ നിയന്ത്രണങ്ങളെല്ലാം മാറി CPM പ്രവർത്തകർ നേരെ ED ഉദ്യോഗസ്ഥർക്ക് നേരെ കയർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അവരെ വാഹനം ഉൾപ്പെടെ തടഞ്ഞാണ് ആക്രമിച്ചത്. എന്തായാലും അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ട് എന്നത് കാണുന്ന ആളുകൾക്ക് ഉൾപ്പെടെ മനസ്സിലായതാണ്. അതിൽ പക്ഷേ പൂർണ്ണമായും സുരക്ഷാ വീഴ്ച എന്നൊരു നിലയിലേക്കുള്ള വിലയിരുത്തൽ നിലവിൽ DGP നടത്തുന്നില്ല, പോലീസ് മേധാവി നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇരുവരും തമ്മിൽ ഉള്ള കൂടിക്കാഴ്ച, അതായത് ഇന്റലിജൻസ് മേധാവിയും ഒപ്പം തന്നെ പോലീസ് മേധാവിയും തമ്മിൽ ആഭ്യന്തരമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയായത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ഗവർണറും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഗവർണർ പോലീസ് മേധാവിയോടും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോടുമാണ് നിലവിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ദേശീയ അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ ആക്രമിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ എന്തായാലും ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ആഭ്യന്തരമന്ത്രി വിളിപ്പിച്ചതനുസരിച്ച് ഇരു മേധാവികളും, അതായത് ഇന്റലിജൻസിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും മേധാവികൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അന്വേഷണം നടത്തി അതിൽ ആയിരിക്കും അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകുമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും പോലീസിന്റെ വീഴ്ച കൂടി പരിശോധിക്കും എന്നുള്ളതാണ് പോലീസ് മേധാവി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്റലിജൻസ് മേധാവി ഈ വിഷയത്തിൽ ഉള്ള പ്രതികരണം നൽകാൻ തയ്യാറായതുമില്ല. എന്തായാലും ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത്. അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല. അതിന് പ്രധാനമായും കാരണമായി ആദ്യ
ആദ്യഘട്ടത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ED ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു മുതിർന്ന CPM നേതാവിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നു, പ്രവർത്തകർ പ്രകോപിതരായി അവിടത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പ്രദേശത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ടത് സംസ്ഥാന പോലീസിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതായിരുന്നു. അത് ഏറ്റെടുത്ത് കുറച്ച് കൂടുതൽ പോലീസിനെങ്കിലും അവിടെ വിന്യസിക്കേണ്ടതായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുണ്ട്. അവരുടെ അനുഭവക്കുറവാണ് നിലവിൽ ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്നുള്ളതാണ്. അവർ ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ CPM നേതാക്കളുമായി സംസാരിച്ചു. അവർ പ്രവർത്തകരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി. അതോടുകൂടി അവിടുത്തെ സംഘർഷമെല്ലാം അവസാനിക്കും എന്നുള്ളതായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ DCPയും ഒപ്പം തന്നെ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോയത്, സുരക്ഷാ വീഴ്ചയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇതിൽ അന്വേഷണം നടത്തി തുടർ നടപടി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. DGPയും തലസ്ഥാനത്ത് ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ടായോ, സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്നത് പരിശോധിക്കും എന്നാണ് DGPയുടെ പ്രതികരണം. ഇന്നിപ്പോൾ രാവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു വിശദീകരണം മന്ത്രിക്ക് മുൻപാകെ നൽകുകയും ചെയ്തിട്ടുണ്ട്.